ഹായ് ഫ്രണ്ട്സ്, നംബഡീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1.5 നേന്ത്രപ്പഴം ഞാൻ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത സീഡ്സൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കഷ്ണം പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/4 കപ്പ് ബ്രൗൺ കളർ അവിലാണ്, അതേപോലെ തന്നെ കുറച്ച് ശർക്കര, അതുപോലെ 1/2 കപ്പ് നാളികേരം, ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ്. നിങ്ങൾക്ക് ഗോതമ്പ് മാവിന് പകരം മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ട് വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പഴവും നാളികേരമൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അതായത് നാളികേരം എണ്ണയെക്കാട്ടിലും മുന്നേ മുന്തിരിയോ കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ നാളികേരമൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നാളികേരമൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ 1.5 പഴം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പഴം നല്ലപോലെ ഉടഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉടഞ്ഞു വരും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നൊന്നുമില്ല, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ പഴം നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ശർക്കരയുടെ അളവ് തീരുമാനിക്കാൻ. ഇപ്പോൾ പഴത്തിന് നല്ല മധുരം കുറവാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ധാരാളം. അതുപോലെ തന്നെ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതാ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ഏലക്കായയുടെ കുരു ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മണത്തിനൊരു പ്രത്യേക സ്വാദിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി. ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ, നേന്ത്രപ്പഴം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തായാലും കഴിക്കും. ഇനി നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ആ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1/4 കപ്പ് അവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിൽ ആ വെള്ളത്തിൻ്റെ അംശത്തിനൊക്കെ ഒന്ന് വലിച്ചെടുത്തോളൂ. ഇപ്പോൾ ബ്രൗൺ കളർ അവിലല്ല, വൈറ്റ് കളർ അവിലാണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഈ അവിൽ ഈ പഴമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരണം. അവിൽ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്കിത് ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്തിനാണെന്ന് വെച്ചാൽ പുറം ഭാഗത്തിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ 1/2 കഷ്ണം പഴവും ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതാ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക, ആ പുറം ഭാഗത്തിന് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു ദോശയുടെ ഒക്കെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് അരച്ച് എടുക്കാൻ കേട്ടോ. വെള്ളം അധികം ആവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഒന്ന് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് വെച്ചൊന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ബോൾസ് ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കത് നല്ല ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാവാൻ വെക്കുന്ന ഈ സമയത്ത് അതാണ് ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം, തീരെ കുറവും പാടില്ല, എന്നാൽ നല്ല ചൂടും പാടില്ല. നല്ല ചൂടാണെങ്കിൽ നമ്മുടെ ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് 2 ഭാഗവും നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതെടുത്ത് മാറ്റുകയാണ് കേട്ടോ. നമുക്കൊരു കിച്ചൺ ടിഷ്യൂവിലേക്കോ അല്ലെങ്കിൽ സ്ട്രെയിനറിലേക്കോ
മാറ്റാം. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്